ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയാണ് ചൈന വൻമതിൽ. ഈ മതിൽ മുഴുവനായി പണി തീരുമ്പോൾ 5 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അതിൽ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ വൻമതിൽ മുഴുവനായി പണി തീർക്കാൻ 2000-ഓളം വർഷങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? സത്യത്തിൽ ചൈന വൻമതിലിൻ്റെ മുഴുവൻ നീളത്തിൽ നമ്മുടെ കേരളത്തെ 37 തവണ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നതാണ് സത്യം. അത്രയും വലുതാണ് ചൈന വൻമതിൽ. അതിനാൽ തന്നെ ഒരുപാട് നിഗൂഢതകളും ഒരുപാട് ചരിത്രവും ഉറങ്ങിക്കിടക്കുന്ന ചൈന വൻമതിലിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ചൈന വൻമതിലാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള മതിൽ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. സത്യത്തിൽ ഈ മതിൽ ഒരു നേർരേഖയിലുള്ള മതിലല്ല, പകരം ഇവ ഓരോ പീസുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ മതിലിൻ്റെ മുഴുവൻ നീളം എന്ന് പറയുന്നത് 2196 കിലോമീറ്ററോളമാണ്. അതായത് നിലവിൽ ഈ മതിലിൻ്റെ ചിലയിടങ്ങൾ നശിച്ചു തുടങ്ങിയെങ്കിലും ചൈനീസ് ഭരണകൂടം വൻമതിലിനെ ആവുന്നതുപോലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങൾ വീടും മറ്റും പണിയാൻ വേണ്ടി വൻമതിലിൻ്റെ ഭാഗങ്ങൾ ഇളക്കിക്കൊണ്ട് പോകുന്നുണ്ട് എന്നതാണ് വിചിത്രമായ ഒരു കാര്യം. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് ചൈനയിൽ രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കുറ്റമായാണ് കരുതുന്നത്. 1984-85 ഡോങ് യൗഹി എന്ന വ്യക്തിയും മറ്റു ചിലരും ഈ വൻമതിൽ മുഴുവൻ നടന്നു തീർത്തിട്ടുണ്ടത്രേ. ഇത് മുഴുവൻ നടന്നു തീർക്കാൻ അവർക്ക് വേണ്ടി വന്നത് ഏകദേശം 510ഓളം ദിവസമാണ്. അതായത് ഏകദേശം 1.5 വർഷത്തോളം സമയം. ചൈനയുടെ ഉത്തരമേഖലയിലെ ബോഹായ് ഉൾക്കടലിന് സമീപത്തുള്ള ഷാൻഹായ് ഗുവാൻ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ മതിൽ ആരംഭിക്കുന്നത്. പിന്നീട് ഹാബെയ്, ഷൻസി, നിങ്സിയ, ഗൻസു എന്നീ ചൈനീസ് പ്രവിശ്യകളിലൂടെയും മംഗോളിയയിലൂടെയും ഈ വൻമതിൽ കടന്നുപോകുന്നു. അവസാനം ഗോബി മരുഭൂമിയിലെ ജിയായു ഗുവാനിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. മതിലിന് മുകളിലൂടെ ഒരു പാതയും നിശ്ചിത കിലോമീറ്റർ ഇടവിട്ട് വാച്ച് ടവറുകളുമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് സംസാരിക്കാം. ഏതായാലും ഈ വൻമതിൽ ചൈനയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ തന്നെ ഇതിനെ പലരും സ്റ്റോൺ ഡ്രാഗൺ എന്നാണ് വിളിക്കുന്നത്. കൂടാതെ ചില ചൈനക്കാർ വിശ്വസിക്കുന്നത് ഈ മതിലിന് വേണ്ടിയുള്ള പാത ഒരു ഡ്രാഗണാണ് കാണിച്ചു കൊടുത്തത് എന്നാണ്. ചൈനയിൽ ഡ്രാഗൺ എന്നാൽ പവറിൻ്റെയും സേഫ്റ്റിയുടെയും അടയാളമാണ്. കൂടാതെ മതിലിൻ്റെ വളഞ്ഞു തിരിഞ്ഞുള്ള ആകൃതിയും ഡ്രാഗന് സമാനമാണെന്ന് ഇത്തരക്കാർ വിശ്വസിക്കുന്നു. വിശ്വാസങ്ങൾ ഇങ്ങനെയാണെങ്കിലും ചൈന വൻമതിൽ പണിതതിൻ്റെ പ്രധാന ഉദ്ദേശം ചൈനയ്ക്കുള്ള സുരക്ഷ തന്നെയായിരുന്നു. BC 3-ാം നൂറ്റാണ്ടിൽ ക്വിൻ സാമ്രാജ്യകാലത്താണ് ഈ വൻമതിലിൻ്റെ പണി ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് തന്നെ പ്രതിരോധത്തിനായി പ്രാകൃതമായ മൺമതിലുകൾ ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയാമായിരുന്നു. അക്കാലത്തെ ഗോത്രവർഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. ഇങ്ങനെ പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ബലപ്പെടുത്തുവാൻ ആരംഭിക്കുകയാണ് യഥാർത്ഥത്തിൽ ക്വിൻ സാമ്രാജ്യകാലത്ത് ചെയ്തിരുന്നത്. ക്വിൻഷി ഹുയാങ് എന്ന ചക്രവർത്തി ചൈനയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ചത് BC 221-ലാണ്. ഇക്കാലത്ത് സാമാന്യം വലിയ ആക്രമണങ്ങളെ ചെറുക്കാൻ പര്യാപ്തമായ ചെറിയ മതിലുകൾ ചൈനയിൽ നിലനിന്നിരുന്നു. ക്വിൻ സാമ്രാജ്യത്തിലെ ആദ്യ ഭരണാധികാരിയായ ക്വിൻഷി ഹുയാൻ ഈ മതിലുകൾ ഇണക്കി ഒറ്റ മതിലാക്കി തൻ്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ട ബലപ്പെടുത്തലുകളും ചെയ്യിച്ചു. വൻമതിൽ നിർമ്മാണത്തിന് 5 ലക്ഷത്തോളം കർഷകരും കുറ്റവാളികളുമായിരുന്നു നിയോഗിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം. പിന്നീട് വെയ് രാജവംശം അധികാരത്തിൽ വന്നപ്പോൾ, അതായത് BC 386-നും 534-നും ഇടയിൽ 3 ലക്ഷത്തോളം ആൾക്കാർ ഈ വൻമതിലിനായി പണിയെടുത്തിരുന്നു അത്രേ. BC 607-ൽ 10 ലക്ഷത്തിലധികം ആളുകൾ വൻമതിലിനായി പണിയെടുത്തു എന്നും ചരിത്ര രേഖകളിലുണ്ട്. പിന്നീടുണ്ടായ മിങ് രാജവംശം ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് പണിക്കായി നിയോഗിച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾ രോഗവും അപകടവും അമിത ജോലിയും കൊണ്ട് പണിക്കിടെ മരണമടഞ്ഞിട്ടുമുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കാനായി ഇവിടെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. എല്ലാത്തരം പണികളും കൈകൊണ്ട് തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. കൂടാതെ വർഷങ്ങളോളം സ്വന്തം വീട്ടിൽ പോലും പോകാൻ കഴിയാതെയായിരുന്നു പല ജോലിക്കാരും ഈ വൻമതിലിന് വേണ്ടിയുള്ള ജോലി ചെയ്തിരുന്നതത്രേ. ഒരു ദിവസം 16 മുതൽ 18 മണിക്കൂറോളം ഭക്ഷണം പോലുമില്ലാതെ പലരും ജോലി ചെയ്തിരുന്നു എന്നും ചരിത്രമുണ്ട്. മതിലിൻ്റെ അരികിൽ കൊടും തണുപ്പിലായിരുന്നു ജോലിക്കാർ ഉറങ്ങേണ്ടിയിരുന്നത്. അതിനാൽ തന്നെ പലരും ജോലിക്കിടെ മരിച്ചു വീഴുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് പോലും അയക്കാതെ മതിലിന് ചുറ്റും കുഴിച്ചിടുകയാണ് അന്നത്തെ ഭരണാധികാരികൾ ചെയ്തിരുന്നത്. ഇത്തരത്തിൽ 5 ലക്ഷത്തോളം ജോലിക്കാർ മരിച്ചു വീണിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അവരുടെ ഭൂരിഭാഗം പേരുടെയും മൃതശരീരം മതിലിന് ചുറ്റും
കുഴിച്ചിട്ടതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം എന്നും ചൈന വൻമതിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്രയും വലിയൊരു മതിൽ സിമൻറ്റ് പോലും ഇല്ലാതിരുന്ന കാലത്ത് എത്രത്തോളം സ്ട്രോങ്ങിലായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. സത്യത്തിൽ ഈ വൻമതിൽ കല്ല്, മണ്ണ്, ചുണ്ണാമ്പ്, ഇഷ്ടിക, മരം എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇവയെല്ലാം കൈമാറിയാണ് നിർമ്മാണ പ്രദേശങ്ങളിൽ എത്തിച്ചിരുന്നത്. ചിലയിടങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുപോകാനായി ആടുകൾ, കഴുതകൾ എന്നിവയെയും ഉപയോഗിച്ചിരുന്നു. ചുണ്ണാമ്പും റൈസ് വാട്ടറും ഒരുമിച്ച് ചേർത്തിയ മിശ്രിതം കൊണ്ടാണ് ഈ മതിലിലെ കട്ടകൾ തമ്മിൽ ഒട്ടിച്ച് ചേർത്തതെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ എത്രത്തോളം ചുണ്ണാമ്പും റൈസ് വാട്ടറും ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തരത്തിൽ ഈ മതിൽ മുഴുവൻ നിർമ്മിക്കാനായി 500 ബില്യണോളം കട്ടകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് കണക്ക്. അങ്ങനെ BC 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 17-ാം നൂറ്റാണ്ടിൽ, അതായത് 2000-ഓളം വർഷങ്ങളുടെ കഷ്ടപ്പാടിനൊടുവിലാണ് ചൈന വൻമതിലിൻ്റെ പണി പൂർത്തിയാകുന്നത്. അതിനാൽ തന്നെ ചൈന വൻമതിലിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവാണ്. 23 അടി ഉയരവും 21 അടി വീതിയുമാണ് ഈ മതിലിൻ്റെ ഏകദേശ അളവെന്ന് പറയുന്നത്. ഉയരം നോക്കുകയാണെങ്കിൽ 9 മുതൽ 35 അടി വരെ നീളമുള്ള ഭാഗങ്ങളും ഈ മതിലിനുണ്ട്. ഈ മതിൽ നിർമ്മിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം രാജ്യസംരക്ഷണമാണെന്ന് മുൻപേ പറഞ്ഞല്ലോ. അതിനാൽ തന്നെ 10 സൈനികർക്ക് കാൽനടയായോ 5 കുതിരപ്പടയാളികൾക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കാൻ കഴിയുന്നത്ര വീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുക്കൾ അതിക്രമിച്ച് കടക്കുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ ഇത് അവരെ സഹായിച്ചിരുന്നു. കൂടാതെ മതിലിൻ്റെ പല ഭാഗങ്ങളിലും വലിയ ദ്വാരങ്ങളും നമുക്ക് കാണാം. ഇത് പ്രധാനമായും ശത്രുക്കളുടെ നേരെ ആക്രമണം നടത്താനായി പീരങ്കികൾ ഘടിപ്പിക്കാനും അമ്പെയ്യാനും വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിനു പുറമെ ഏകദേശം ഓരോ 5 കിലോമീറ്ററിലും ഓരോ വാച്ച് ടവറും ഈ മതിലിനുണ്ട്. ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വാച്ച് ടവർ ഉപയോഗിച്ചിരുന്നത്. പകൽ സമയത്ത് ശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വാച്ച് ടവറിലുള്ള സൈനികർ ഒരു കൊടി നാട്ടുകയോ മണി മുഴക്കുകയോ ചെയ്യും. ഇനി ശത്രുക്കളുടെ നീക്കം രാത്രിയാണ് കാണുന്നതെങ്കിൽ പടയാളികൾ തീ ഉപയോഗിച്ച് മറ്റുള്ളവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ മതിലിൽ മുഴുവനായി 25,000-ഓളം വാച്ച് ടവേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. ഇതിനു പുറമെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ വൻമതിലിൽ മാത്രം 10 ലക്ഷത്തോളം സൈനികർ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ മതിലിന് താഴെ സൈനികർക്ക് ഭക്ഷണം കഴിക്കാനും മറ്റുമായി പല മുറികളും ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഈ മതിലിനടിയിൽ ഒരുപാട് രഹസ്യ അറകളും ടണലുകളും ഉണ്ടത്രേ. അന്നത്തെ കാലത്തെ ഭരണകർത്താക്കൾക്കും സൈനികർക്കും മാത്രമേ ആ വഴികൾ അറിയുകയുണ്ടായിരുന്നുള്ളൂ. എങ്കിലും പല രഹസ്യ ടണലുകളും ചൈനീസ് ഗവൺമെൻറ് കണ്ടുപിടിച്ചെങ്കിലും ഇനിയും ഒരുപാട് കണ്ടുപിടിക്കാനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ചൈന വൻമതിലിൻ്റെ നിർമ്മിതി വളരെ അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. മതിലിൻ്റെ പല ഭാഗങ്ങളും ചെങ്കുത്തായ മലഞ്ചെരുവുകളിൽ നിർമ്മിച്ചിരിക്കുന്നതും മതിലിൻ്റെ മാപ്പുകളിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും പല മംഗോളിയൻ സൈനികരും മറ്റു ശത്രുക്കളും ഈ വൻമതിൽ കടന്നുകൊണ്ട് ചൈനയിലേക്ക് പ്രവേശിക്കുകയും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. 13-ാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും അപകടകാരിയായ ഭരണാധികാരിയായിട്ടുള്ള ചെങ്കിസ് ഖാൻ ഈ ചൈന വൻമതിൽ ക്രോസ് ചെയ്യുകയും ചൈനയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ചരിത്രം. 1550-ൽ മംഗോളിയൻസും 1644-ൽ മഞ്ജു സാമ്രാജ്യവും ചൈന വൻമതിൽ കടന്ന് ചൈനയിൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2-ാം ലോക മഹായുദ്ധ സമയത്ത് ചൈനീസ് പട്ടാളം ജപ്പാനീസ് ആർമിയെ നേരിടാനും ട്രെയിനിങ്ങിനും മറ്റുമായി ഈ മതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അഥവാ ചൈന വൻമതിൽ. ഓരോ വർഷവും ഇവിടേക്ക് 10 മില്യണോളം ടൂറിസ്റ്റുകൾ സന്ദർശനത്തിനായി എത്തുന്നുണ്ട് എന്നാണ് കണക്ക്. ഏതായാലും ചൈന വൻമതിൽ സന്ദർശിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രാനുഭവം കമൻറ്റ് ബോക്സിൽ പങ്കിടാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.